ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 റിലീസ് ആയിരിക്കുന്ന ശബ്ദം എന്ന തമിഴ് മൂവിയാണ്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ അവന്തിക എന്നൊരു യുവതി മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവന്തിക താൻ കണ്ട സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഈ സമയം കോളേജിലെ സ്റ്റുഡൻസ് എല്ലാം ഭയന്ന് പുറത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. അവിടെ പഠിക്കുന്ന ശ്വേത എന്നൊരു പെൺകുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ്. ശേഷം കോളേജ് പ്രിൻസിപ്പാൾ ബോർഡ് ഡയറക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത് കാണിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിലായി 2 സൂയിസൈഡുകളാണ് ഈ കോളേജിൽ നടന്നിരിക്കുന്നത്. ഇതിനു പിന്നിൽ എന്തോ അമാനുഷിക ശക്തിയുണ്ടെന്നും കോളേജിൽ പ്രേതബാധയുണ്ടെന്നുമാണ് ആളുകൾ പറയുന്നത്. 3 മാസത്തിനുള്ളിൽ അടുത്ത അധ്യയന വർഷം തുടങ്ങുകയാണ്. ഈ സമയം കോളേജിൽ പ്രേതബാധയുണ്ടെന്ന് റൂമർ സ്പ്രെഡായാൽ അത് ചിലപ്പോൾ വരും വർഷത്തെ അഡ്മിഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. പ്രേതബാധ ഒഴിപ്പിക്കാൻ പള്ളിയിൽ അച്ഛനെയോ പൂജാരിയോ വിളിക്കാമെന്ന് പലരും പറയുന്നെങ്കിലും ഒടുവിൽ ഒരു ഗോസ്റ്റ് ഹണ്ടറിനെ വിളിക്കാൻ അവർ തീരുമാനിക്കുന്നു. മുംബൈയിലുള്ള റൂബൻ എന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററെയാണ് അവർ ഈ കാര്യം ഏൽപ്പിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ റൂബൻ മൂന്നാറിലെ ഹോളി ഏഞ്ചൽസ് കോളേജിലേക്ക് വരുന്നത് കാണിക്കുന്നു. കോളേജിൽ നടക്കുന്ന സൂയിസൈഡുകളെല്ലാം പ്രേതം ചെയ്യുന്നതാണെന്നാണ് എതിർ കോളേജിലുള്ളവർ പറഞ്ഞു വരുത്തുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പ്രിൻസിപ്പാൾ റൂബനോട് പറയുന്നു. പ്രേതബാധ ഇല്ലെന്ന് റൂബൻ റിപ്പോർട്ട് നൽകിയാൽ മാത്രമേ കോളേജിന്റെ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാൻ കഴിയൂ. എന്തായാലും ആളുകൾ പറയുന്ന പോലെ ഇവിടെ എന്തെങ്കിലും ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് റൂബൻ മറുപടി പറയുന്നു. ശേഷം കോളേജ് സ്റ്റാഫായ ആരോഗ്യവും റൂബനും കൂടെ റൂബന് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. തനിക്ക് ഈ കോളേജ് ബിൽഡിങ്ങിനെ കുറിച്ചും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾ, സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശരിയാക്കി തരണമെന്ന് റൂബൻ ആരോഗ്യത്തോട് പറയുന്നു. ശേഷം റൂബൻ ആരോഗ്യത്തെയും കൂട്ടി കോളേജിലേക്ക് പോകുന്നു. സൂയിസൈഡ് ചെയ്ത മുകേഷ് ശ്വേതയും MBBS 4th ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. HODയോട് പെർമിഷൻ വാങ്ങി റൂബൻ അവരുടെ ക്ലാസ്മേറ്റ്സിനോട് സംസാരിക്കുന്നു. ശ്വേതയ്ക്കും മുകേഷിനും എന്തെങ്കിലും ഫാമിലി പ്രശ്നങ്ങളോ പേഴ്സണൽ പ്രോബ്ലംസോ ഉണ്ടായിരുന്നോ എന്ന് റൂബൻ അവരോട് ചോദിക്കുന്നു. ശ്വേത പൊതുവെ വളരെ ജോളി ടൈപ്പായ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ മരിക്കുന്നതിന് മുന്നേ ഒരാഴ്ചയായിട്ട് അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നെന്ന് ശ്വേതയുടെ ഫ്രണ്ട്സ് പറയുന്നു. ആ ഒരാഴ്ച ശ്വേത ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു പതിവ്. മാത്രമല്ല ചെറിയ ശബ്ദം പോലും ശ്വേതയെ ഇറിറ്റേറ്റ് ആക്കുന്ന പോലെ തോന്നിയെന്നും അവളുടെ ഫ്രണ്ട്സ് റൂബനോട് പറയുന്നു. ശേഷം റൂബൻ ശ്വേതയുടെ ഡെസ്ക് പരിശോധിക്കുമ്പോൾ അതിലൊരു പ്രത്യേക സൈൻ കോറിയിട്ടിരിക്കുന്നത് കാണുന്നു. പിന്നീട് റൂബൻ അവരുടെ ലെക്ചറായ അവന്തികയോട് സംസാരിക്കാനായി പോകുന്നു. ശ്വേത സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് ക്ലാസ് എടുത്തിരുന്നത് അവന്തികയായിരുന്നു. മാത്രമല്ല സൂയിസൈഡ് ചെയ്യുന്നതിന് 15 മിനിറ്റ് മുമ്പേ ശ്വേതയെ വിളിച്ച് അവന്തിക പേഴ്സണലായിട്ട് സംസാരിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് റൂബൻ ചോദിക്കുമ്പോൾ വളരെ അരോഗന്റ് ആയിട്ടാണ് അവന്തിക മറുപടി പറയുന്നത്. അന്നത്തെ ദിവസം ശ്വേത ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ക്ലാസ്സിലിരുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന്തിക ശ്വേതയോട് പേഴ്സണലായിട്ട് സംസാരിച്ചത്. കൂടുതൽ സംസാരിക്കുമ്പോൾ അവന്തിക ഇവിടുത്തെ PG വിദ്യാർത്ഥിനി കൂടിയാണെന്നും കൂടാതെ ആത്മാവും പ്രേതവും ഒക്കെ വെറുതെ കെട്ടുകഥയാണെന്നുള്ള വിഷയത്തെക്കുറിച്ച് തീസിസ് പ്രിപ്പയർ ചെയ്യുകയാണെന്നും റൂബന് മനസ്സിലാകുന്നു. ആത്മാവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്ററായ റൂബനോട് വളരെ പരുഷമായിട്ടാണ് അവന്തിക സംസാരിക്കുന്നത്. ശേഷം റൂബൻ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ കുറിച്ച് മുംബൈയിലുള്ള അവന്റെ ഫ്രണ്ട് ദീപകിനെ വിളിച്ച് സംസാരിക്കുന്നത് കാണിക്കുന്നു. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനും ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേഷനും ഇടയിലുള്ള അവസ്ഥയിലാണ് താൻ ഇപ്പോൾ ഉള്ളതെന്ന് റൂബൻ ദീപകിനോട് പറയുന്നു. അതിനുശേഷം മരിച്ച 2 പേരുടെയും FIR റിപ്പോർട്ടും ക്രൈം സീനിൽ നിന്നെടുത്ത ഫോട്ടോസും പരിശോധിക്കാൻ റൂബൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്ന് അറിയുന്നതോടെ വളരെ പുച്ഛത്തോടെയാണ് ഇൻസ്പെക്ടർ റൂബനോട് പെരുമാറുന്നത്. ശേഷം മുകേഷിന്റെ ഫോട്ടോസ് പരിശോധിക്കുമ്പോൾ അവന്റെ ചെവിയിൽ നിന്ന് രക്തം വന്നിരിക്കുന്നത് കണ്ട് റൂബൻ എന്തൊക്കെയോ സംശയം തോന്നുന്നു. അവിടുന്ന് നേരെ മരിച്ച 2 പേരുടെയും ബോഡി സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറിയിലേക്കാണ് റൂബൻ പോകുന്നത്. കേസ് നടക്കുന്നതുകൊണ്ട് ഫോറൻസിക് റിപ്പോർട്ട് നൽകാൻ ഹോസ്പിറ്റലുകൾ തയ്യാറാകുന്നില്ല. മരിച്ച ഇത്രയും ദിവസമായിട്ടും മുകേഷിന്റെ ശ്വേതയുടെയും ബോഡി വീട്ടുകാർ ഏറ്റെടുക്കാത്തത് എന്താണെന്ന് റൂബൻ ചോദിക്കുന്നു. അവർ സൂയിസൈഡ് ചെയ്തതല്ലെന്നും മരണകാരണം കണ്ടെത്താതെ ബോഡി ഏറ്റെടുക്കില്ലെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്നും ആരോഗ്യം മറുപടി പറയുന്നു. ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും ശ്വേതയുടെ ബോഡി അഴുകിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ശ്വേതയുടെ ബോഡി കണ്ട ശേഷം അവർ മുകേഷിന്റെ ബോഡി കാണാനായി പോകുന്നു. കറണ്ട് അടിച്ച് മരിച്ചവരുടേതുപോലെ സ്റ്റിഫായി ഒരു പ്രത്യേക രീതിയിലായിരുന്നു മുകേഷിന്റെ ബോഡി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ബോക്സ് വെക്കാതെ ലോക്കറിന് പുറത്തായിരുന്നു ബോഡി സൂക്ഷിച്ചിരുന്നത്. മോർച്ചറിയിലെ ഫ്രീസിംഗ് ടെമ്പറേച്ചറിൽ സാധാരണ ബോഡി അഴുകാറില്ലെന്നും പക്ഷെ ഈ 2 പേരുടെയും ബോഡി അനുദിനം ഡീഫോം ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ റൂബനോട് പറയുന്നു. സീനിയർ ഡോക്ടേഴ്സിന് പോലും ഇത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശ്വേതയുടെ ബോഡിയും ഡീഫോം ആകുന്നതുകൊണ്ട് അടുത്ത ദിവസം മുതൽ അതും ബോക്സിന് പുറത്തു വയ്ക്കുകയാണെന്നും ഡോക്ടർ പറയുന്നു.
കോളേജിന് മുകളിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്ത് ശ്വേതയുടെ ചെവിയിൽ നിന്നും ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ടെങ്കിലും വെയിൻ കട്ട് ചെയ്ത മുകേഷിന്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വന്നത് എങ്ങനെയാണെന്ന് റൂബൻ സ്വയം ചോദിക്കുന്നു. അപ്പോഴാണ് ശ്വേതയുടെ ഡെസ്കിൽ കണ്ടതുപോലെയുള്ളൊരു സൈൻ മുകേഷിന്റെ ബോഡിയിലുള്ളത് റൂബന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുകൂടി കണ്ടതും ഒരു ഗോസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള തന്റെ ജോലി തുടങ്ങാൻ സമയമായെന്ന് റൂബന് മനസ്സിലാവുന്നു. ശേഷം ഗോസ്റ്റിനെ കണ്ടെത്താനുള്ള ഡിവൈസുമായി കോളേജിന്റെ ഓരോ ബ്ലോക്കുകളിലും റൂബൻ പരിശോധന നടത്തുന്നു. പക്ഷെ ഒരിടത്തും ആത്മാവിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതിനിടെ അവന്തികമായി സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനും റൂബൻ ശ്രമിക്കുന്നു. ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കവേ പള്ളിയിലെ മണിയടി ശബ്ദം കേട്ട് റൂബൻ കുരിശു വരയ്ക്കുന്നു. ഒരു ഹിന്ദുവായ നിങ്ങളെപ്പോഴാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയതെന്ന് അവന്തിക ചോദിക്കുന്നു. വിശ്വാസവും മതവും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്നും മണിയടിച്ച ശബ്ദം കേട്ട് കുരിശു വരച്ചതാണെന്നും റൂബൻ മറുപടി പറയുന്നു. പക്ഷെ ആ ശബ്ദം താൻ കേട്ടില്ലല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ അത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് റൂബൻ മറുപടി പറയുന്നു. കോളേജിന്റെ പല ഭാഗത്തും അന്വേഷിക്കുന്നെങ്കിലും അവിടെയെങ്ങും ആത്മാവിന്റെ സാന്നിധ്യം കണ്ടെത്താൻ റൂബന് കഴിയുന്നില്ല. ഒടുവിൽ റൂബൻ ശ്വേത താമസിച്ചിരുന്ന ഹോസ്റ്റൽ പരിശോധിക്കാനായി പോകുന്നു. ആത്മാവിനെ കാണാൻ കഴിയുന്ന മോണിറ്ററിന് മുന്നിൽ ആരോഗ്യത്തെ നിർത്തിയ ശേഷം റൂബൻ ശ്വേത താമസിച്ചിരുന്ന റൂം ചെക്ക് ചെയ്യാനായി പോകുന്നു. ശ്വേതയുടെ റൂം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ഇയർ ഡ്രോപ്സ് ഉണ്ടായിരുന്നത് റൂബന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോഴാണ് ഒരു ഗ്ലാസ് താഴെ വീണ ശബ്ദം കേട്ട് റൂബൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയം മോണിറ്ററിലൂടെ നോക്കിയായിരുന്ന ആരോഗ്യം അതിൽ പ്രേതത്തെ കണ്ട് പേടിച്ച് നിലത്തേക്ക് വീഴുന്നു. മറുഭാഗത്ത് തന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കിയ റൂബൻ ആ പ്രേതത്തെ കാണുന്നു. പക്ഷെ അതാരെ പേടിപ്പിക്കാൻ വേണ്ടി വേഷം കിട്ടിയാണെന്ന് റൂബന് മനസ്സിലാകുന്നു. അവളുടെ കരണത്തൊന്നു കൊടുത്തിട്ട് കയ്യും പിടിച്ച് റൂബൻ മുന്നോട്ട് നടക്കുന്നു. ഈ സമയം ആ വേഷം കിട്ടിയ പെൺകുട്ടി താൻ പിടിക്കപ്പെട്ടെന്നും വേഗം വരണമെന്നും പറഞ്ഞ് ഫ്രണ്ട്സിന് കോൾ ചെയ്യുന്നു. ഉടൻ തന്നെ അവളുടെ കൂട്ടുകാരികളും അവിടേക്ക് വരുന്നു. റൂബൻ നേരെ പോകുന്നത് അവന്തികയുടെ റൂമിലേക്കാണ്. പ്രേതവേഷം കിട്ടിയത് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് അതിന് ഐഡിയ പറഞ്ഞു കൊടുത്തത് അവന്തികയായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് റൂബൻ ചോദിക്കുമ്പോൾ ഗോസ്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ചെയ്തതാണെന്ന് അവന്തിക മറുപടി പറയുന്നു. മേലെ തന്റെ ജോലി ശല്യപ്പെടുത്തരുതെന്ന് റൂബൻ അവൾക്ക് വാണിംഗ് കൊടുക്കുന്നു. ശേഷം അവിടുന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതും ആത്മാവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്ന EMS മീറ്ററിൽ റീഡിംഗ് കാണിക്കുന്നതായി റൂബൻ കാണുന്നു. ഇത് കണ്ടതും റൂബൻ വീണ്ടും അവന്തികയുടെ കഥയിൽ തട്ടി വിളിക്കുന്നു. ഗോസ്റ്റിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റ് ഫ്രീക്വൻസി ഡിസ്റ്റർബിംഗ് ആണെന്നും അതുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാമോ എന്നും റൂബൻ അവളോട് ചോദിക്കുന്നു. പക്ഷെ അത് തന്റെ പ്രൈവസി ആണെന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യത്തിൽ വാതിലടയ്ക്കുന്നു. അവന്തിക വാതിലടച്ച ശേഷവും EMS മീറ്ററിൽ റീഡിംഗ് കാണിക്കുന്നത് കൊണ്ട് അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ലെന്ന് റൂബന് മനസ്സിലാകുന്നു. ശേഷം ഹോസ്റ്റലിന്റെ എല്ലാ ഭാഗത്തും റൂബൻ ഡിവൈസ് ഉപയോഗിച്ച് പരിശോധിക്കുന്നെങ്കിലും ഒന്നും കണ്ടെത്താനാകുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു കോൺസ്റ്റബിൾ ഗസ്റ്റ് ഹൗസിൽ വന്ന് ശ്വേതയുടെ ഫോൺ റൂബന് കൊടുക്കുന്നു. നാളെയാണ് മൊബൈൽ സൈബർ ക്രൈമിൽ കൊടുക്കേണ്ടതെന്നും അതിനു മുന്നേ സാറിന് പരിശോധിക്കാനുള്ളത് നോക്കിയിട്ട് ഫോൺ തിരിച്ചു തരണമെന്നും അയാൾ റൂബനോട് പറയുന്നു. ശ്വേതയുടെ മൊബൈൽ പരിശോധിക്കുമ്പോഴാണ് മുകേഷിന്റെ കൂടെയുള്ള അവളുടെ ഒരു സെൽഫി റൂബന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ ഫോട്ടോയിൽ മുഖം കൂട്ടി മുകേഷ് ചിരിക്കുന്ന അതേ രീതിയിലായിരുന്നു ഡീഫോം ആയ അവന്റെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നത്. രാത്രി എടുത്തിരിക്കുന്ന ആ ഫോട്ടോയിൽ ശ്വേതയും മുകേഷും മറ്റൊരു പെൺകുട്ടിയെ അല്ലാതെ അദൃശ്യനായ മറ്റാരോ കൂടിയുണ്ടെന്ന് റൂബന് മനസ്സിലാകുന്നു. റൂബൻ ആ ഫോട്ടോ അവന്തികയെ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോയിൽ മുകേഷിന്റെയും ശ്വേതയുടെയും കൂടെ ഉണ്ടായിരുന്നത് ദീപിക എന്ന പെൺകുട്ടിയായിരുന്നു. ദീപികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതുകൊണ്ട് അവന്തിക അവളുടെ കൂട്ടുകാരി റിമയെ കോൾ ചെയ്യുന്നു. ദീപിക എവിടെയാണെന്ന് അവന്തിക തിരക്കുമ്പോൾ അവൾ മിക്കവാറും ബോയ് ഫ്രണ്ട് രാകേഷിന്റെ കൂടെ കാണുമെന്ന് റിമ മറുപടി പറയുന്നു. അവന്തിക ആവശ്യപ്പെട്ട അനുസരിച്ച് റിമ രാകേഷിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നു. ഈ സമയം അവന്തിക വല്ലാത്തൊരു ഭാവത്തിൽ മുന്നിലുള്ള ന്യൂസ് പേപ്പറിൽ എന്തോ കുത്തി കുറിക്കുന്നതായി റൂബൻ കാണുന്നു. രാകേഷിന്റെ നമ്പർ ഇല്ലെന്ന് റിമ പറയുമ്പോൾ അവന്തിക വീണ്ടും നോർമൽ സ്റ്റേജിലേക്ക് മാറുന്നു. ശേഷം റിമ പറഞ്ഞ അനുസരിച്ച് റൂബൻ രാകേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. രാകേഷിനോട് ചോദിക്കുമ്പോൾ വീക്കെൻഡ്സിൽ ദീപ ഇവിടെ വരാറുണ്ടെന്നും അവസാനമായിട്ട് വന്നിട്ട് പോയത് തലേന്ന് രാത്രിയാണെന്നും പറയുന്നു. ശേഷം റൂബൻ അവൾ യൂസ് ചെയ്ത റൂം പരിശോധിക്കുമ്പോൾ ശ്വേതയുടെ റൂമിൽ കണ്ടതുപോലെ ഒരു ഇയർ ഡ്രോപ്സും ഒപ്പം ENT ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും കാണുന്നു. അവിടുന്ന് റൂബൻ ആ ഡോക്ടറിനെ പോയി കാണുന്നു. ദീപികയുടെ കേസ് അല്പം ഡിഫറൻ്റ് ആയിരുന്നതുകൊണ്ട് ഡോക്ടർ അവളെ വേഗം ഓർത്തെടുക്കുന്നു. 10 ദിവസങ്ങളായി ചെവിയിൽ അസഹനീയമായ വേദന തോന്നുന്നുവെന്നും ഒരുപാട് വവ്വാലുകളുടെ ചിറകടി ശബ്ദം കേൾക്കുന്നുവെന്നുമാണ് ദീപിക അന്ന് പറഞ്ഞത്. ദീപികയുടേത് ചിലപ്പോൾ ഒരു ഓഡിയോ ഹാലൂസിനേഷൻ ആകാനും ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ റൂബനോട് പറയുന്നു. ചില ആളുകൾക്ക് ചെവിയിൽ ആരോ സംസാരിക്കുന്നത് പോലെ ഹാലൂസിനേഷൻ തോന്നാറുണ്ട്. അതുപോലെ ദീപിക വവ്വാലിന്റെ ശബ്ദം കേൾക്കുന്നതാകാമെന്നും ഡോക്ടർ റൂബനോട് പറയുന്നു. ദീപികയുടെ ചെവി പരിശോധിക്കാൻ ഡോക്ടർ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും അവൾ വളരെ ബഹളം വെച്ചതിനാൽ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞിരുന്നില്ല. പരിശോധനയ്ക്കിടെ വേദന സഹിക്കാൻ വയ്യാതെ തന്നെ ഒന്ന് കൊന്നു തരണമെന്നാണ് ദീപിക ഡോക്ടറിനോട് പറഞ്ഞത്. അവളുടെ കണ്ടീഷൻ കണ്ട് താനാണ് അവൾക്ക് ഈ ഇയർ ഡ്രോപ്സ് പ്രിസ്ക്രൈബ് ചെയ്തതെന്നും ഡോക്ടർ റൂബനോട് പറയുന്നു. ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം റൂബൻ നേരെ പ്രിൻസിപ്പാളിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ദീപിക മിസ്സിംഗ് ആണെന്നും ഇക്കാര്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ ഒരുപക്ഷെ അവളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമെന്നും റൂബൻ പ്രിൻസിപ്പാളിനോട് പറയുന്നു.
പക്ഷെ പ്രിൻസിപ്പാൾ അതിന് തയ്യാറാകുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ദീപിക മിസ്സിംഗ് ആണെന്ന വിവരം പുറത്തുവിട്ടാൽ ആളുകൾ വീണ്ടും പ്രേതകഥകൾ പറഞ്ഞു വരുത്തുമെന്ന് പ്രിൻസിപ്പാൾ റൂബനോട് പറയുന്നു. പിന്നീട് അന്ന് രാത്രി വവ്വാലുകളെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റൂബനെ അവന്തിയെ കോൾ ചെയ്യുന്നത്. തന്റെ പ്രസന്റേഷൻ നാളെയാണെന്നും അതിനു മുന്നേ ദീപികയുടെ കാര്യം എന്തായെന്നറിയാൻ കോൾ ചെയ്തതാണെന്നും അവന്തിക റൂബനോട് പറയുന്നു. ദീപികയെക്കുറിച്ച് തിരക്കാൻ മാത്രം നിങ്ങളുടെ കോളേജിൽ ആർക്കും അവളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠയില്ലല്ലോ എന്ന് റൂബൻ തിരിച്ചു ചോദിക്കുന്നു. കംപ്ലൈന്റ് കൊടുക്കുന്നില്ലെന്ന് പ്രിൻസിപ്പാൾ തന്നെ പറയുമ്പോൾ വെറും സ്റ്റാഫായ താൻ എന്ത് ചെയ്യാനാണെന്ന് അവന്തിയെ ചോദിക്കുന്നു. മാത്രമല്ല പുറമെ റൂബനെ സപ്പോർട്ട് ചെയ്യാത്ത പോലെയാണ് പെരുമാറുന്നതെങ്കിലും റൂബന്റെ അന്വേഷണത്തിന് തന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ അവന്തിക ചെയ്തു കൊടുക്കാറുണ്ട്. അന്ന് റൂബ ഹോസ്റ്റൽ പരിശോധിക്കാൻ വന്നപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യില്ലെന്നാണ് പറഞ്ഞതെങ്കിലും അകത്ത് കയറിയപ്പോൾ തന്നെ അവന്തിക അത് ഓഫാക്കിയിരുന്നു. ഇത് കേട്ടതും അവന്തിക മൊബൈൽ ഓഫാക്കിയെങ്കിൽ പിന്നെ അന്ന് ഡിറ്റക്ട് ചെയ്ത ഫ്രീക്വൻസി എന്തിൻ്റെതായിരുന്നെന്ന് റൂബന് സംശയം തോന്നുന്നു. മറുഭാഗത്ത് രാത്രി 12 മണിക്ക് ദീപിക കോളേജ് ഗേറ്റിന് മുമ്പിൽ വരുന്നതും അകത്തേക്ക് പോകുന്നതും കാണിക്കുന്നു. ദീപികയെ കണ്ട സെക്യൂരിറ്റി ഉടൻ തന്നെ ഇക്കാര്യം റൂബനെ വിളിച്ചറിയിക്കുന്നു. കോള് കട്ട് ചെയ്ത് റൂബൻ ഉടനെ കോളേജിലേക്ക് യാത്ര ഇരിക്കുന്നു. ഈ സമയം ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയായിരുന്ന ദീപികയുടെ ചെവിയിൽ വവ്വാൽ ശബ്ദം കേൾക്കുന്നതായും അവളെ അദൃശ്യമായതെന്തോ ഉപദ്രവിക്കുന്നതായും കാണിക്കുന്നു. മറുഭാഗത്ത് താൻ ഫാനിൽ തൂങ്ങി മരിക്കുന്നതായി സ്വപ്നം കണ്ട് അവന്തിക ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു. ഉടനെ അവൾ റൂബനെ കോൾ ചെയ്യുന്നെങ്കിലും റിങ് പോയതും അവൾ അത് കട്ട് ചെയ്യുന്നു. ഈ സമയം കൊണ്ട് റൂബൻ കോളേജിലേക്ക് വരുന്നു. ദീപിക എവിടെയെന്ന് അന്വേഷിച്ച് അവൻ മുന്നോട്ട് നടക്കുന്നെങ്കിലും അവളെ കാണുന്നില്ല. ഒടുവിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലുള്ള ദീപികയുടെ ബോഡിയാണ് റൂബൻ കാണുന്നത്. വാർത്തയറിഞ്ഞ് പോലീസും മീഡിയ ആളുകളും എല്ലാം അവിടേക്ക് വരുന്നു. പോലീസ് വന്ന് ദീപികയുടെ ബോഡി താഴെ ഇറക്കുമ്പോഴാണ് മുകേഷിന്റെ ബോഡിയിൽ കണ്ട മാർഗ് ദീപികയുടെ കയ്യിലുള്ളത് റൂബന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് നോക്കി നിൽക്കുമ്പോഴാണ് പതിവായി കേൾക്കുന്ന പള്ളിമണി ശബ്ദം റൂബൻ വീണ്ടും കേൾക്കുന്നത്. ശബ്ദം വന്ന ഭാഗത്ത് ബിൽഡിംഗ് ഉണ്ട്. അതെന്താണെന്ന് റൂബൻ ആരോഗ്യത്തോട് ചോദിക്കുന്നു. ഇത് പഴയ കോളേജ് ലൈബ്രറി ആണെന്നും ഇപ്പോഴും അവിടെ ധാരാളം പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ആരോഗ്യം മറുപടി പറയുന്നു. ശേഷം റൂബൻ അവിടേക്ക് പോകുന്നു. ലൈബ്രറിക്കുള്ളിലേക്ക് കടന്നതും അവിടെയുള്ള ഒരു വെന്റിലേഷനിലൂടെ പ്രകാശരശ്മികൾ അകത്തേക്ക് വരുന്നത് കാണുന്നു. ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ സൂയിസൈഡ് ചെയ്തവരുടെ ദേഹത്ത് കണ്ട പോലെ ഒരു സൈൻ ആയിരുന്നു ആ വെന്റിലേഷനിലും ഉണ്ടായിരുന്നത്. ശേഷം ആരോഗ്യവും റൂബനും കൂടെ ഓൾഡ് ലൈബ്രറിയുടെ വാച്ച്മാനോട് സംസാരിക്കുന്നു. മരിച്ചുപോയ മുകേഷ്, ശ്വേതയും ദീപികയും കൂടെ ലഹരി ഉപയോഗിക്കാനായി ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടായിരുന്നെന്ന് വാച്ച്മാൻ അവരോട് പറയുന്നു. അവരെ കൂടാതെ വളരെ ചുരുക്കം ചിലർ മാത്രമായിരുന്നു ഓൾഡ് ലൈബ്രറിയിലേക്ക് വന്നിരുന്നത്. ഇത് കേട്ടതും അവന്തികയുടെ ഫോട്ടോ കാണിച്ച് ഇവൾ ഇവിടെ വരാറുണ്ടോ എന്ന് റൂബൻ ചോദിക്കുന്നു. അവന്തികയെ ലൈബ്രറി സ്ഥിരമായി വരാറുണ്ടെന്ന് വാച്ച്മാൻ പറയുന്നു. മാത്രമല്ല വരുമ്പോഴെല്ലാം മണിക്കൂറുകൾ ചെലവഴിച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് അവൾ തിരിച്ചു പോകുന്നത്. കോളേജിൽ നടന്ന സൂയിസൈഡുകൾക്കും ഓൾഡ് ലൈബ്രറിക്കും അവന്തികയ്ക്കും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്ന് റൂബന് മനസ്സിലാകുന്നു. സൂയിസൈഡ് ചെയ്തവരുടെ ദേഹത്തും ഓൾഡ് ലൈബ്രറിയിലെ വെന്റിലേഷനിലുള്ള അതേ സൈനാണ് ദീപികയുടെ കൂട്ടുകാരെ കോൾ ചെയ്ത സമയം അവന്തികയും വരച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഹോസ്റ്റൽ പരിശോധിക്കുന്ന സമയത്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറഞ്ഞിട്ടും അവളുടെ റൂമിന് മുമ്പിൽ ഒരു ഹൈ ഫ്രീക്വൻസി ഡിറ്റക്ട് ചെയ്തിരുന്നു. അതിനുശേഷം റൂബൻ അവന്തിയെ മീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. തീസിസ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ലേറ്റ് ആയതെന്ന് അവന്തിക റൂബനോട് പറയുന്നു. എങ്ങനെയുണ്ടായിരുന്നെന്ന് റൂബൻ തിരക്കുമ്പോൾ നന്നായി പ്രസന്റ് ചെയ്തെന്ന് അവൾ മറുപടി പറയുന്നു. ശേഷം താൻ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഓൾഡ് ലൈബ്രറി ആണെന്നും ആ സമയം നീയോ അവിടെ വരണമെന്നും റൂബൻ അവന്തികയോട് പറയുന്നു. പക്ഷെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത താൻ എന്തിനാണ് വരുന്നതെന്ന് അവന്തിക ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മറുപടി പറയാതെ ഇന്നലെ 12:15 നീ എന്തിനാണ് കോൾ ചെയ്തതെന്ന് റൂബൻ ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ അറിയാതെ കൈതട്ടി വന്നതായിരിക്കുമെന്ന് അവൾ മറുപടി പറയുന്നു. പക്ഷെ ദീപിക മരണപ്പെടുന്നതിന് കൃത്യം 15 മിനിറ്റ് മുന്നേ അവന്തിയെ കോൾ ചെയ്തതിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് റൂബൻ പറയുന്നു. മാത്രമല്ല മുൻപ് മരിച്ച ശ്വേതയുടെയും മുകേഷിന്റെയും കാര്യത്തിലും നീ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് റൂബൻ അവന്തികയോട് പറയുന്നു. പക്ഷെ അവന്തിക അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അവിടുന്ന് പോകാൻ ഒരുങ്ങുന്നു. ആത്മാവില്ലെന്നുള്ള നിന്റെ വിശ്വാസവും തീസിസും തോൽക്കാതിരിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം എന്തൊക്കെയോ മറയ്ക്കുകയാണെന്ന് റൂബൻ അവളോട് പറയുന്നു. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അല്ലെങ്കിലും നിനക്ക് വേണ്ടിയെങ്കിലും ഇന്ന് കോളേജ് ലൈബ്രറിയിലേക്ക് വരണമെന്ന് റൂബൻ അവളോട് പറയുന്നു. പക്ഷെ വരില്ലെന്ന് തർപ്പിച്ചു പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ഓൾഡ് ലൈബ്രറി ബിൽഡിംഗിൽ റൂബൻ ഗോസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് വയ്ക്കുന്നത് കാണിക്കുന്നു. ഹോസ്റ്റലിലെ കുറച്ച് ഗേൾസും ആരോഗ്യവും വാച്ച്മാനും കൂടെ റൂബനെ ഹെൽപ്പ് ചെയ്യുന്നു. പെട്ടെന്നാണ് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് അവന്തികയായിരുന്നു. വരില്ലെന്ന് പറഞ്ഞിട്ടും വന്നതിന് റൂബൻ അവളോട് നന്ദി പറയുന്നു. ഇനി ഞാൻ വരാത്തത് കൊണ്ട് കാര്യങ്ങൾ നടന്നില്ലെന്ന് പറയാതിരിക്കാനും നിന്റെ ഐഡിയോളജീസ് തോൽക്കുന്നത് കാണാനുമാണ് വന്നതെന്ന് അവന്തിക മറുപടി പറയുന്നു. ശേഷം റൂബൻ അവന്തിയെ നിർബന്ധിച്ച് അവിടെ കിടന്നൊരു ചെയറിൽ ലോക്ക് ചെയ്യുന്നു. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് താൻ പറയുന്നത് പോലെ ചെയ്യാൻ റൂബൻ അവളോട് പറയുന്നു. പക്ഷെ അല്പസമയം കഴിഞ്ഞതും തനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്നും ലോക്ക് മാറ്റാനും പറഞ്ഞ് അവന്തിക ബഹളം വയ്ക്കുന്നു. കുറച്ചു സമയം കൂടി സഹകരിക്കാൻ പറഞ്ഞ് റൂബൻ അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. കൃത്യം ഈ സമയത്താണ് EMS ഡിവൈസിൽ ഗോസ്റ്റിന്റെ പ്രസൻസ് കാണിക്കുന്നത്.
റൂബൻ ആ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും അതിന് സാധിക്കുന്നില്ല. മാത്രമല്ല ഗോസ്റ്റ് ഡിറ്റക്ടർ ഉപയോഗിച്ച് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. ആത്മാക്കളെ കാണാൻ കഴിയുന്ന ക്യാമറയിലൂടെ നോക്കുമ്പോൾ ഒരാത്മാവ് അവന്തികയെ ഉപദ്രവിക്കാൻ വരുന്നത് റൂബൻ കാണുന്നു. അവന്തികയെ ഉപദ്രവിക്കരുതെന്ന് റൂബൻ പറയുന്നെങ്കിലും ഒന്നിലധികം ആത്മാക്കൾ ചേർന്ന് അവളെ ആക്രമിക്കുന്നു. ശേഷം ആ ആത്മാക്കൾ അവന്തികയുടെ ഉള്ളിലേക്ക് കടക്കുന്നു. റൂബൻ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവരവളെ ദൂരേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സീനിൽ പ്രേതബാധ കയറി വയലന്റായ അവന്തികയെ ഹോസ്പിറ്റലിൽ സെഡേഷൻ കൊടുത്ത് മയക്കുന്നതാണ് കാണിക്കുന്നത്. പ്രേതബാധയുള്ള അവന്തികയെ കോളേജിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് പ്രിൻസിപ്പാൾ റൂബനോട് പറയുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം ലൈബ്രറിക്കുള്ളിലാണെന്നും അല്ലാതെ അവന്തികയ്ക്കല്ലെന്നും റൂബൻ പറയുന്നെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവന്തിയുടെ സ്റ്റഡീസിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് റൂബൻ ചോദിക്കുമ്പോൾ ഫിറ്റ് ആണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അവൾക്ക് കോളേജിലേക്ക് വരാമെന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. മാത്രമല്ല പ്രേതബാധയുള്ള അവന്തികയെ ഒഴിവാക്കിയതായിട്ട് മീഡിയയെ അറിയിച്ച് കോളേജിന്റെ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാനാണ് പ്രിൻസിപ്പാൾ ശ്രമിക്കുന്നത്. വന്ന കാര്യം കഴിഞ്ഞതുകൊണ്ട് ഗസ്റ്റ് ഹൗസ് ഉടൻ തന്നെ വെക്കേറ്റ് ചെയ്യണമെന്നും പ്രിൻസിപ്പാൾ റൂബനോട് പറയുന്നു. വീട്ടിലേക്ക് വന്ന ഉടനെ ലൈബ്രറിയിലെ ഫുട്ടേജും വോയിസും പരിശോധിക്കുന്നെങ്കിലും റൂബൻ ഒന്നും തന്നെ പിടികിട്ടുന്നില്ല. ആദ്യമായിട്ടൊരു കേസ് പരാജയപ്പെട്ട നിരാശയിൽ അവൻ ആ എക്യുപ്മെന്റ്സ് എല്ലാം തട്ടിത്തെറിപ്പിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് താൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചർച്ച് ബെല്ല് റൂബൻ വീണ്ടും കേൾക്കുന്നത്. കോളേജിനടുത്തുള്ള ചർച്ച് ബെൽ എവിടെയാണെന്ന് റൂബൻ ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഒരു ബെല്ലില്ലെന്ന് ആരോഗ്യം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേട്ട മണിശബ്ദം എവിടെയെന്നാണെന്ന് റൂബൻ ചോദിക്കുന്നു. പക്ഷെ താൻ അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ലെന്ന് ആരോഗ്യം മറുപടി പറയുന്നു. അപ്പോഴാണ് പണ്ട് ഇതുപോലെ താൻ കേട്ട മണിയുടെ ശബ്ദം കേട്ടില്ലെന്ന് അവന്തിക പറഞ്ഞ കാര്യവും റൂബൻ ഓർമ്മ വരുന്നത്. തനിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ബെൽ സൗണ്ടിന് പിന്നിലെ സത്യം അറിയാൻ റൂബൻ വീണ്ടും ഓൾഡ് ലൈബ്രറിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് ദീപക് റൂബനെ കോൾ ചെയ്യുന്നത്. ആ ലൈബ്രറിയെക്കുറിച്ച് കണ്ടെത്തിയ ചില കാര്യങ്ങൾ ദീപക് റൂബനോട് പറയുന്നു. ഓൾഡ് ലൈബ്രറിയുടെ ആർക്കിടെക്ചറും ഡിസൈനും ഒക്കെ പരിശോധിച്ചതിൽ നിന്ന് പണ്ട് അതൊരു പള്ളിയാകാനാണ് ചാൻസ് എന്ന് ദീപക് റൂബനോട് പറയുന്നു. മാത്രമല്ല എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് അവിടെയുള്ള ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ഏതോ ഒരു വിധത്തിൽ അവർ റൂബനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത ബെൽ സൗണ്ട് റൂബന് മാത്രം കേൾക്കാൻ കഴിഞ്ഞത്. കോള് കട്ട് ചെയ്ത ശേഷം ദീപക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് റൂബൻ ലൈബ്രറിക്കുള്ളിലൂടെ നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ പിയാനോയിൽ റൂബൻ കൈവച്ചതും അതിൽ നിന്നൊരു സൗണ്ട് വേവ് വരുന്നതായി നമ്മളെ കാണിക്കുന്നു. ആ പിയാനോയിൽ നിന്ന് റൂബന് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു മ്യൂസിക് നോട്ട് പുറപ്പെടുന്നു. ഈ സമയം ആ ശബ്ദത്തിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നിലത്ത് കിടന്ന മണൽത്തരികളിൽ ഒരു പാറ്റേൺ രൂപപ്പെടുന്നതും റൂബൻ നോട്ട് ചെയ്യുന്നു. ശേഷം റൂബൻ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് താൻ കേട്ട ശബ്ദത്തിന്റെ ഫ്രീക്വൻസി ഏതാണെന്ന് ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കുന്നു. 444 എന്ന ഗോഡ് ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ് റൂബൻ ലൈബ്രറിയിൽ വെച്ച് കേട്ടത്. ശേഷം റൂബൻ ഇക്കാര്യം ദീപകിനെ വിളിച്ചറിയിക്കുന്നു. നീ കേട്ട മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നീ തന്നെ അതിന്റെ മ്യൂസിക് നോട്ട് തയ്യാറാക്കാൻ ദീപക് റൂബനോട് പറയുന്നു. പഴയതൊന്നും ഓർത്തിരിക്കാതെ നീ ഇത് ചെയ്യണമെന്നും കാരണം നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ എന്നും ദീപക് അവനെ ഓർമ്മിപ്പിക്കുന്നു. ശേഷം ദീപക് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ പഴയ ഓർമ്മകൾ റൂബനെ വേട്ടയാടുന്നതായി കാണിക്കുന്നു. ഒടുവിൽ ആത്മസംയമനം പാലിച്ച് റൂബൻ താൻ ലൈബ്രറിയിൽ വെച്ച് കേട്ട മ്യൂസിക് ഒരു പേപ്പറിൽ പകർത്തുന്നത് കാണിക്കുന്നു. ശേഷം റൂബൻ ആ മ്യൂസിക് നോട്ടും കൊണ്ട് അടുത്തുള്ള ഒരു പള്ളിയിലെ ഫാദറിനെ പോയി കാണുന്നു. പക്ഷെ ആ മ്യൂസിക് പള്ളിയിൽ പാടുന്ന പാട്ടിന്റെ അല്ലെന്ന് ഫാദർ റൂബനോട് പറയുന്നു. നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഫാദർ ചോദിക്കുമ്പോൾ ഹോളി ഏഞ്ചൽസ് കോളേജിന്റെ ഓൾഡ് ലൈബ്രറിയിൽ നിന്നാണെന്ന് റൂബൻ മറുപടി പറയുന്നു. കോളേജിന്റെ പേര് കേട്ടതും ഫാദറിന്റെ മുഖഭാവം മാറുന്നു. അവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ സംസാരിക്കില്ലായിരുന്നെന്ന് ഫാദർ മറുപടി പറയുന്നു. ആ സാത്താൻ പള്ളി മാറ്റിയപ്പോൾ മുതൽ അതിന്റെ പുണ്യം നഷ്ടപ്പെട്ടെന്നും ഇനി ഇവിടെ നിൽക്കാതെ വേഗം തിരിച്ചു പോകാനും ഫാദർ റൂബനോട് പറയുന്നു. പക്ഷെ ഫാദർ സാത്താൻ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് റൂബന് മനസ്സിലാകുന്നില്ല. ശേഷം തിരിച്ചു പോകാനായി കാറിലിരിക്കുന്ന റൂബനെ ആത്മാക്കൾ ഒരു കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. കാറിൽ നിന്നിറങ്ങി കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ ഒരാൾ ശവപ്പെട്ടി ഉണ്ടാക്കുന്നത് റൂബൻ കാണുന്നു. താൻ വരുന്നത് ഹോളി ഏഞ്ചൽസ് കോളേജിൽ നിന്നാണെന്നും ഈ മ്യൂസിക് നോട്ട് അറിയാമോ എന്നും ചോദിച്ച് റൂബൻ കയ്യിലുള്ള പേപ്പർ അയാൾക്ക് കൊടുക്കുന്നു. ശവപ്പെട്ടിക്കാരൻ മറുപടി പറയുന്നില്ലെന്ന് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന പള്ളി മാറ്റിയ സാത്താൻ ആരാണെന്ന് റൂബൻ അയാളോട് വീണ്ടും ചോദിക്കുന്നു. ഈ സമയം അയാൾ റൂബനോട് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നു. ഹോളി ഏഞ്ചൽസ് എന്ന ഹോസ്പിറ്റലിന്റെയും കോളേജിന്റെയും ചെയർമാൻ ഡാനിയലിന്റെ ഭാര്യയായിരുന്നു ഡോക്ടർ ഡയാന. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും ഡയാന മുടങ്ങാതെ പള്ളിയിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ വരുമ്പോഴാണ് അംഗവൈകല്യമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ ആരോ അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് ഡയാന കാണുന്നത്. ആ കുഞ്ഞിനെ താൻ വളർത്താമെന്ന് ഡയാന പറയുന്നുവെങ്കിലും കൂടെയുള്ളവർ അതിനെ തടയുന്നു. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഡയാന ഏറ്റെടുക്കുന്നുവെന്ന് പുറത്തറിഞ്ഞാൽ കൂടുതൽ ആളുകൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും താൻ ഏറ്റെടുക്കുമെന്ന് ഡയാന മറുപടി പറയുന്നു. പക്ഷെ ഈ കുഞ്ഞുങ്ങളെയെല്ലാം നോക്കാനുള്ള സ്ഥലം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലല്ലോ എന്ന് സ്റ്റാഫ് ഡയാനയോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ പള്ളി അവർക്കുള്ള ഇടമാകട്ടെ എന്ന് ഡയാന മറുപടി പറയുന്നു.
അങ്ങനെയാണ് അവിടെയുള്ള പള്ളി മാറ്റി അവിടെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഡയാന താമസം ഒരുക്കുന്നത്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കെല്ലാം ഡയാന അമ്മയാകുന്നു. എല്ലാ മനുഷ്യരും ഭൂമിയിലേക്ക് വരുന്നതിന് ഒരു കാരണമുണ്ടെന്നും ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നും ഡയാന ആ കുഞ്ഞുങ്ങളോട് പറയുന്നു. ഡയാനയുടെ കുഞ്ഞുങ്ങൾ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരായിരുന്നതുകൊണ്ട് അവരെ നോക്കുന്നതും അല്പം പാടായിരുന്നു. ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമല്ലാത്ത ആ കുഞ്ഞുങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശബ്ദം കൊണ്ടായിരുന്നു. അവർക്ക് സന്തോഷമാണെങ്കിൽ കൈകൊട്ടിയും ഭിത്തിയിൽ തട്ടിയും ഒക്കെയാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ ദേഷ്യം വന്നാലും തറയിൽ തട്ടിയും ശബ്ദമുണ്ടാക്കിയും കണ്ണിൽ കണ്ടത് വലിച്ചെറിഞ്ഞുമാണ് അവർ പ്രതികരിക്കുന്നത്. അങ്ങനെ വെറും ഒരു ശബ്ദം മാത്രമായിരുന്ന കുഞ്ഞുങ്ങളെ സംഗീതം കൊണ്ട് ശാന്തരാക്കാൻ വേണ്ടി ഡയാന തയ്യാറാക്കിയ മ്യൂസിക്കാണ് റൂബന് കിട്ടിയത്. സംഗീതം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാമെന്ന് ഡയാന വിശ്വസിച്ചിരുന്നു. കാരണം ഗർഭസ്ഥ ശിശുവിൽ പോലും അവൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ സംഗീതത്തിന്റെ വ്യത്യാസത്തിലാണ് അവരുടെ ആരോഗ്യം നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും മ്യൂസിക് സുഖപ്പെടുത്തുമെന്ന് ഡയാന മറ്റു ഡോക്ടേഴ്സിനോട് പറയുന്നു. ഡയാന പറഞ്ഞതുപോലെ ആ സംഗീതം കുഞ്ഞുങ്ങൾക്ക് മരുന്ന് തന്നെയായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് താനായിരുന്നുവെന്നും ഷോപ്പട്ടിക്കാരൻ പറയുന്നു. അങ്ങനെയെങ്കിൽ താൻ സംസാരിച്ച ഫാദർ സാത്താൻ എന്ന് പറഞ്ഞ ആരെയാണെന്ന് റൂബൻ ചോദിക്കുന്നു. ഡയാനയാണ് ഫാദർ സാത്താൻ എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയുന്നവരുടെ ഉള്ളിലാണ് സാത്താൻ എന്നും യഥാർത്ഥ സാത്താൻ വന്നത് ഒരു രോഗത്തിന്റെ രൂപത്തിലാണെന്നും ഷോപ്പട്ടിക്കാരൻ പറയുന്നു. അക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു പകർച്ചവ്യാധി നാട്ടിലെങ്ങും വ്യാപിച്ചു. ആ പകർച്ചവ്യാധിയാണ് ഡയാനയുടെ കുഞ്ഞുങ്ങളെയും പിടികൂടിയത്. ഒരുപാട് പൊരുതു നോക്കിയെങ്കിലും അവരെ രക്ഷിക്കാൻ ഡയാനയ്ക്ക് സാധിച്ചില്ല. ഒടുവിൽ വാദ്യോപകരണങ്ങൾ പണിഞ്ഞുകൊടുത്ത കൈകൊണ്ട് താൻ തന്നെ അവർക്ക് ശവപ്പെട്ടി പണിയേണ്ടി വന്നെന്നും അയാൾ റൂബനോട് പറയുന്നു. എത്ര കുഞ്ഞുങ്ങളാണ് അന്ന് മരണപ്പെട്ടതെന്ന് റൂബൻ ചോദിക്കുമ്പോൾ 42 അയാൾ മറുപടി പറയുന്നു. പക്ഷെ ആ സംഭവത്തിനു ശേഷം ആരും ഡയാനയെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഡയാന എവിടെയെന്ന് ഡാനിയലിന് അറിയാമായിരിക്കുമെന്നും അയാൾ റൂബനോട് പറയുന്നു. ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ആ കുഞ്ഞുങ്ങളെ അടക്കിയ സ്ഥലം ശവപ്പെട്ടിക്കാരൻ റൂബന് കാണിച്ചു കൊടുക്കുന്നു. ഡയാന സാത്താനാണെങ്കിലും അല്ലെങ്കിലും ഈ കുഞ്ഞുങ്ങൾ മരിച്ചത് രോഗം വന്നിട്ട് തന്നെയാണോ എന്ന് കണ്ടെത്തണമെന്ന് റൂബൻ പറയുന്നു. അതിനാദ്യം ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പക്ഷെ ശവപ്പെട്ടിക്കാരൻ അതിന് സമ്മതിക്കുന്നില്ല. ഒരിക്കൽ രോഗത്തിന്റെ വേദന അനുഭവിച്ച് മരിച്ച കുഞ്ഞുങ്ങളെ കുഴുതോണ്ടിയെടുത്ത് വീണ്ടും ദ്രോഹിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ അവർ സത്യത്തിൽ രോഗം വന്നാണ് മരിച്ചിരുന്നതെങ്കിൽ ആത്മാവായി തിരിച്ചു വരില്ലായിരുന്നെന്ന് റൂബൻ അയാളോട് പറയുന്നു. ശവപ്പെട്ടിക്കാരനോട് സംസാരിച്ച് തിരിച്ചു പോകും വഴി റൂബൻ ഇക്കാര്യങ്ങളൊക്കെ ആരോഗ്യത്തോടും പറയുന്നു. 34 വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആത്മാവ് ഒരു മാസം മുന്നേ തിരിച്ചു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് റൂബന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്താണെങ്കിലും മരിച്ച ആ കുഞ്ഞുങ്ങളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്താലേ ഇനി എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്ന് റൂബൻ ആരോഗ്യത്തോട് പറയുന്നു. മറുഭാഗത്ത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു സ്ത്രീ അവരുടെ സിദ്ധിയിലൂടെ ഡയാനയുടെ സ്റ്റോർ മനസ്സിലാക്കുന്നത് കാണിക്കുന്നു. മറുഭാഗത്ത് റൂബൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവന്തിയെ കാണാനായിട്ട് പോകുന്നു. താൻ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ റൂബൻ അവന്തികയോട് പറയുന്നു. അതുപോലെ മുകേഷും ശ്വേതയും ദീപികയും മരിക്കുന്നതിന് മുന്നേ അവരുടെ മരണത്തെക്കുറിച്ച് സ്വപ്നം കണ്ട കാര്യം അവന്തികയും തുറന്നു പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നം കണ്ടതെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല. സംസാരത്തിനിടെ താൻ എന്തുകൊണ്ടാണ് ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയതെന്ന് റൂബൻ അവന്തികയോട് പറയുന്നു. കുഞ്ഞുനാളിലെ അമ്മയാണ് റൂബനെ സംഗീതം പഠിപ്പിച്ചത്. പലതരം മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും അമ്മ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അമ്മ വയ്യാതായി കിടപ്പിലാവുന്നത്. അമ്മയെ ശ്രദ്ധിക്കണമെന്ന് റൂബനോട് പറഞ്ഞിട്ടാണ് അച്ഛൻ പുറത്തേക്ക് പോകുന്നത്. പക്ഷെ ഇതിനിടെ അമ്മയ്ക്ക് അസുഖം കൂടുകയും സഹായത്തിനായി റൂബനെ വിളിക്കുകയും ചെയ്യുന്നു. പക്ഷെ പാട്ടിൽ മുഴുകിയിരുന്ന റൂബൻ അമ്മയുടെ നിലവിളി കേൾക്കുന്നില്ല. അങ്ങനെ റൂബന്റെ അശ്രദ്ധ കാരണമാണ് അവന്റെ അമ്മ മരിച്ചു പോകുന്നത്. താൻ കാരണമാണ് അമ്മ മരിച്ചതെന്ന കുറ്റബോധത്തിൽ വേദനിക്കുന്ന റൂബന്റെ അടുത്ത് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അമ്മയുടെ ആത്മാവ് വരുന്നു. മോൻ കാരണമല്ല അമ്മ മരിച്ചതെന്നും അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ് അമ്മ അവന്റെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്നു. അന്ന് മുതലാണ് റൂബൻ ആത്മാക്കളെ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. താൻ തെറ്റുകാരനല്ലെന്ന് അമ്മ പറഞ്ഞെങ്കിലും സംഗീതത്തോടുള്ള തന്റെ ഭ്രമം കാരണമാണ് അമ്മ മരിച്ചതെന്ന കുറ്റബോധം കൊണ്ട് പിന്നീട് ഒരിക്കലും റൂബൻ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് തൊട്ടിട്ടില്ല. അങ്ങനെയാണ് ശാന്തി കിട്ടാതെ അലയുന്ന ആത്മാക്കൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും ഇടയിലെ പാലമാകാൻ റൂബൻ തീരുമാനിക്കുന്നത്. റൂബന്റെ സ്റ്റോറി കൂടെ കേട്ട ശേഷം അവന്തിക റൂബനോട് മാപ്പ് പറയുന്നു. എന്തായാലും അവന്തിക ഓക്കെ ആകുന്നതുവരെ താൻ കൂട്ടിരിക്കാമെന്ന് റൂബൻ അവളോട് പറയുന്നു. മറുഭാഗത്ത് ശവപ്പെട്ടിക്കാരൻ മരിച്ച കുട്ടികളിൽ ഒരാളുടെ കല്ലറ തുറക്കുന്നത് കാണിക്കുന്നു. പക്ഷെ ശവപ്പെട്ടി തുറക്കുമ്പോൾ അതിനുള്ളിൽ അസ്ഥികൂടത്തിന് പകരം ഒരു ചില്ലുകുപ്പിക്കുള്ളിൽ എന്തോ സൂക്ഷിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അയാൾ ആ കുപ്പി കയ്യിലെടുക്കുമ്പോൾ കുറെ വവ്വാലുകൾ അടുത്തേക്ക് വരുന്നതായി കാണിക്കുന്നു. ഈ സമയം ഉറങ്ങിയായിരുന്ന അവന്തിക അവൾ ആർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതായി സ്വപ്നം കാണുന്നു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അവന്തിക വയലന്റ് ആകുന്നത് കണ്ട് റൂബൻ അവളുടെ അടുത്തേക്ക് വരുന്നു. ഈ സമയം അവന്തിക ആത്മാവ് കയറിയതുപോലെ പെരുമാറുകയും മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ 2-3 തവണ റൂബൻ പേര് ചൊല്ലി വിളിക്കുന്നതും അവന്തിക സ്വബോധത്തിലേക്ക് വരുന്നു. ഒരു മാസം മുമ്പ് താൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ആർക്കോ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്ന് അവന്തിക റൂബനോട് പറയുന്നു. ആ പേഷ്യന്റ് ഉണ്ടായിരുന്നത് ICUവിലായിരുന്നെന്ന് പറഞ്ഞ് അവന്തിക ICUവിലേക്ക് പോകുന്നു.
അവന്തികയുടെ കൂടെ പോകുന്നതിനൊപ്പം ആത്മാവ് കയറിയ സമയത്ത് അവൾ സംസാരിച്ചതിന്റെ റെക്കോർഡിംഗ് റൂബൻ ദീപകിന് അയച്ചു കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് അതെന്താണെന്ന് റീകോഡ് ചെയ്യണമെന്ന് റൂബൻ ദീപകിനോട് പറയുന്നു. ശേഷം അവന്തിയെ റൂബനും കൂടെ അവിടെയുള്ള സ്പെഷ്യൽ ഐസിയുയിലേക്ക് പോകുന്നു. ഡയാനയ്ക്ക് ജീവനുണ്ടെന്ന് പറയുന്ന സയൻസ് സത്യമാണെങ്കിൽ താൻ ഇത്രയും നാൾ അറിഞ്ഞതും മനസ്സിലാക്കിയതും എല്ലാം തെറ്റായിരുന്നു എന്ന് റൂബൻ സ്വയം ചോദിക്കുന്നു. ഈ സമയം ഡാനിയൽ ഹോസ്പിറ്റലിൽ വന്ന് വെന്റിലേറ്ററിന് നീക്കം ചെയ്യാനുള്ള കൺസെന്റ് സൈൻ ചെയ്യുന്നത് കാണിക്കുന്നു. ശേഷം മറ്റുള്ളവരെ ഒഴിവാക്കി ഡാനിയൽ ഡയാനയുടെ ഒപ്പം തനിച്ചിരിക്കുന്നു. നിന്നെ ഇത്രയും നാൾ ഇങ്ങനെ തന്നെ വിട്ടതിന് സോറി എന്ന് പറഞ്ഞ് ഒരു മോതിരം ഡാനിയൽ ഡയാനയുടെ വിരലിൽ അണിയിക്കുന്നു. ഈ സമയം കാറ്റ് വന്ന് അവിടെ വെച്ചിരുന്ന ഒരു മരുന്ന് കുപ്പി താഴെ വീഴുകയും ഉരുണ്ട് ഡാനിയലിന്റെ കാൽക്കൽ വരികയും ചെയ്യുന്നു. അത് അനസ്തേഷ്യക്കുള്ള മരുന്നാണെന്ന് കണ്ടതും ഡാനിയലിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. മറുഭാഗത്ത് മുൻപ് കാണിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സ്ത്രീയെ ആരോ കോൾ ചെയ്യുന്നത് കാണിക്കുന്നു. പേടിക്കേണ്ടെന്നും അക്കാര്യം ഞാൻ നോക്കിക്കോളാമെന്നും ആ ലേഡി ഫോണിലൂടെ പറയുന്നു. ശേഷം റൂബൻ സഞ്ചരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് ധാരാളം വവ്വാലുകൾ വന്ന് ആക്രമിക്കുന്നത് കാണിക്കുന്നു. വവ്വാലുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം തെറ്റി വണ്ടി ഒരു മരത്തിലടിച്ച് റൂബന് പരിക്ക് പറ്റുന്നു. ഒപ്പം ബ്ലാക്ക് മാജിക് ചെയ്ത ചില്ലുകുപ്പി വണ്ടിക്ക് പുറത്തേക്ക് വീഴുകയും അത് താനെ കത്തി നശിക്കുകയും ചെയ്യുന്നു. ഗസ്റ്റ് ഹൗസിൽ തിരിച്ചെത്തിയ റൂബൻ ഇക്കാര്യം പറഞ്ഞ് ദേഷ്യത്തിൽ മൊബൈൽ താഴേക്ക് വലിച്ചെറിയുന്നു. പക്ഷെ അപ്പോഴാണ് മുത്തശ്ശി അവനെ കോൾ ചെയ്യുന്നത്. മുത്തശ്ശിയോട് സംസാരിക്കുന്നതിനിടെ സിഗ്നൽ കട്ടായി സംസാരം കേൾക്കാതെ ആവുന്നു. അത് ചിലപ്പോൾ സിം ലൂസായതിന്റെ ആയിരിക്കുമെന്നും ഊരിയിട്ടിട്ട് നോക്കാനും ആരോഗ്യ റൂബനോട് പറയുന്നു. അങ്ങനെ സിം ഊരി ഫോണിലേക്ക് തിരിച്ചിടുമ്പോഴാണ് റൂബൻ ഒരു ഐഡിയ തോന്നുന്നത്. അവനുടനെ തന്റെ സംശയം ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അവന്തിയെ കോൾ ചെയ്യുന്നു. ഡയാന ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്റെ സയൻസും ജീവിച്ചിരിപ്പില്ലെന്ന് തന്റെ കണ്ടെത്തൽ ശരിയാണെന്ന് റൂബൻ അവന്തികയോട് പറയുന്നു. പക്ഷെ റൂബൻ പറയുന്നത് എന്താണെന്ന് അവന്തികയ്ക്ക് മനസ്സിലാകുന്നില്ല. ശേഷം റൂബൻ തന്റെ കണ്ടെത്തലുകൾ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. വേൾഡിൽ 3 ആളുകൾക്ക് സർജറിക്ക് മുന്നേ അനസ്തേഷ്യ കൊടുത്ത സമയം ഔട്ട് ഓഫ് ദ ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ആത്മാവ് താൽക്കാലികമായി ദേഹം വിട്ട് പുറത്തിറങ്ങുന്ന അവസ്ഥയാണിത്. ഈ സമയം ആത്മാവിന് ചുറ്റും നടക്കുന്നതെല്ലാം കാണാനും അറിയാനും സാധിക്കുമെങ്കിലും ഒന്നിനോടും പ്രതികരിക്കാൻ സാധിക്കില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ കാണാനും ഇവർക്ക് സാധിക്കും. കോൺഷ്യസ് ആയ ഡയാനയ്ക്ക് മുകേഷും കൂട്ടരും ഓവർഡോസ് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ആത്മാവ് താൽക്കാലികമായി ശരീരം വിട്ട് പുറത്തേക്ക് വരുന്നു. വന്നയുടനെ അവൾ തന്റെ മക്കളുടെ അടുത്തേക്ക് പോകുന്നു. അതിനുശേഷമാണ് മുകേഷും കൂട്ടരും ഓരോരുത്തരായി മരണപ്പെടുന്നത്. ഡയാനയുടെ വെന്റിലേറ്റർ നീക്കം ചെയ്യാൻ ഇനി 2 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. അതിനു മുന്നേ നമുക്ക് ഡയാനയുടെ ആത്മാവിനെ തിരികെ ബോഡിയിലേക്ക് കയറ്റണമെന്ന് റൂബൻ അവന്തികയോട് പറയുന്നു. മറുഭാഗത്ത് സീനിയർ ഡോക്ടർ ഡാനിയൽ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് ഡയാനയുടെ വെന്റിലേറ്റർ നീക്കം ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. കോള് കട്ട് ചെയ്തതും ഡയാന എന്ന കോണ്ടാക്റ്റിൽ നിന്ന് ഡോക്ടറിന് കോള് വരുന്നു. സംശയത്തോടെ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നതും അതിലൂടെ വരുന്ന ശബ്ദം അയാളെ കൊലപ്പെടുത്തുന്നു. റൂബനും അവന്തിയും കൂടെ അവിടേക്ക് വരുമ്പോഴേക്കും സീനിയർ ഡോക്ടറിന്റെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. അവരത് കാര്യമാക്കാതെ ഡയാനയുടെ അടുത്തേക്ക് പോകുന്നു. കുഞ്ഞുങ്ങൾ സമ്മതിച്ചാൽ മാത്രമേ ഡയാന ഇനി അവരുടെ ലോകം വിട്ട് തിരിച്ചു വരൂ. അവരോട് സംസാരിക്കാൻ വേണ്ടി ഡയാനയുടെ ബോഡിയുമായി ലൈബ്രറിയിലേക്ക് പോകാമെന്ന് റൂബൻ അവന്തികയോട് പറയുന്നു. ഈ സമയത്താണ് ദീപക് റൂബനെ കോൾ ചെയ്യുന്നത്. ആത്മാവ് കയറിയ സമയത്ത് അവന്തിക പറഞ്ഞ പേര് നാൻസി ഡാനിയൽ എന്നാണെന്ന് ദീപക് റൂബനോട് പറയുന്നു. മറുഭാഗത്ത് ഡാനിയൽ നാൻസിയുടെ പഴയ പ്രോജക്ട് പേപ്പേഴ്സും തീസിസും പരിശോധിക്കുന്നത് കാണിക്കുന്നു. ആ സമയത്ത് റൂബനും അവന്തികയും കൂടെ ഡയാനയെ ലൈബ്രറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സത്യത്തിൽ ആ റൂമിലുണ്ടായിരുന്ന പേഷ്യന്റ് ഡയാനയായിരുന്നു. പക്ഷെ മെഡിക്കൽ റിപ്പോർട്ടിൽ അവളുടെ പേര് ജെനിഫർ എന്നായിരുന്നു എഴുതിയിരുന്നത്. ഈ കിടക്കുന്ന ജെനിഫറിനെയാണ് താൻ അന്ന് ചികിത്സിച്ചതെന്ന് അവന്തിക റൂബനോട് പറയുന്നു. ജെനിഫർ 5 വർഷമായി കോമ സ്റ്റേജിലുള്ള പേഷ്യന്റ് ആണെന്നാണ് സീനിയർ ഡോക്ടർ അവന്തികയോട് പറഞ്ഞിരുന്നത്. ഏകദേശം 1 മാസം മുമ്പ് അവന്തിക ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ജെനിഫർ കോൺഷ്യസ് ആകുന്നത്. അവൾ ഇക്കാര്യം സീനിയർ ഡോക്ടറിനെ അറിയിക്കുമ്പോൾ ജെനിഫറിന് അനസ്തേഷ്യ കൊടുക്കാൻ ഡോക്ടർ അവന്തികയോട് പറയുന്നു. പക്ഷെ കോൺഷ്യസ് ആയ പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്നതിന് അവന്തിക ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അവളെ അവർ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. പക്ഷെ അവന്തിക പറഞ്ഞതുപോലെ ഇത് ജെനിഫർ അല്ലെന്നും ഇതാണ് ഡയാന എന്നും റൂബൻ അവളോട് പറയുന്നു. സീനിയർ ഡോക്ടർ പറഞ്ഞതുപോലെ 5 വർഷമല്ല 34 വർഷമായി ഡയാന കോമയിലായിരുന്നെന്നും റൂബൻ അവളോട് പറയുന്നു. എന്നാണ് ഡയാനയ്ക്ക് ബോധം വന്നതെന്ന് ഓർമ്മയുണ്ടോ എന്ന് റൂബൻ ചോദിക്കുമ്പോൾ കഴിഞ്ഞ മാസം 6-നാണെന്ന് അവന്തിക പറയുന്നു. കഴിഞ്ഞ മാസം 10-നാണ് മുകേഷ് മരണപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഡയാനയ്ക്ക് ബോധം വന്നതിന് ശേഷമാണ് ഓരോരുത്തരായി കൊല്ലപ്പെട്ടതെന്ന് റൂബൻ അവന്തികയോട് പറയുന്നു. അവന്തികയ്ക്ക് ശേഷം ഡയാനയെ ട്രീറ്റ് ചെയ്തത് ആരാണെന്ന് നോക്കാൻ അവർ ICU രജിസ്റ്റർ പരിശോധിക്കുന്നു. അന്ന് അവന്തിയെ മാറ്റിയ ശേഷം മുകേഷ്, ശ്വേതയും ദീപികയും ആയിരുന്നു ഡയാനയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത്. അവർ 3 പേരും ചേർന്ന് ഡയാനയ്ക്ക് അനസ്തേഷ്യ ഓവർഡോസ് കൊടുത്ത് എക്സ്പെരിമെന്റ് നടത്തുന്നതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിച്ചു തരുന്നു. അതിനുശേഷം റൂബൻ ഡയാനയുടെ അടുത്ത് പോയി അവളുടെ കൈ പിടിച്ചു പരിശോധിക്കുന്നു. ഡയാന മരിച്ചിട്ട് ദിവസങ്ങളായെന്നും ഈ കിടക്കുന്നത് വെറും ഡെഡ് ബോഡിയാണെന്നും റൂബൻ അവന്തികയോട് പറയുന്നു. പക്ഷെ അവന്തിക അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. ഡയാന കോമയിലാണെന്നും അല്ലാതെ മരിച്ചിട്ടില്ലെന്നും അവൾ അവനോട് പറയുന്നു. പക്ഷെ ഡയാന ജീവനോടെ ഇല്ലെന്നും ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവനുള്ളതുപോലെ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് റൂബൻ അവിടെയുള്ള ഉപകരണങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നു. ഈ സമയം സെക്യൂരിറ്റി റൂബനെ പിന്നിൽ നിന്ന് തലക്കടിക്കുന്നത് കാണിക്കുന്നു.
ശേഷം റൂബൻ പോലീസ് സ്റ്റേഷനിലുള്ളതാണ് കാണിക്കുന്നത്. എന്തിനാണ് ഹോസ്പിറ്റലിൽ അതിക്രമിച്ച് കയറി ഡയാനയെ കൊല്ലാൻ നോക്കിയെന്ന് ഇൻസ്പെക്ടർ റൂബനോട് ചോദിക്കുന്നു. ഡയാനയെ താൻ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്നും മരിച്ചു പോയിട്ടും ഡയാനയ്ക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്നത് അവരാണെന്നും റൂബൻ മറുപടി പറയുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം റൂബൻ നേരെ കുഞ്ഞുങ്ങളെ അടക്കിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നതും ശവപ്പെട്ടി കാലിയായിട്ട് കിടക്കുന്നതും സമീപത്തായി ശവപ്പെട്ടിക്കാരൻ മരിച്ചു കിടക്കുന്നതും കാണുന്നു. ശവപ്പെട്ടിക്കാരന്റെ കയ്യിൽ ഒരു ചില്ലുകുപ്പി ഇരിക്കുന്നത് കണ്ട് റൂബൻ അത് എടുക്കുന്നു. ഇതെന്താണെന്ന് ആരോഗ്യം ചോദിക്കുമ്പോൾ മെക്സിക്കോയിൽ കണ്ടുവരുന്ന ബ്ലാക്ക് മാജിക് ആണെന്ന് റൂബൻ മറുപടി പറയുന്നു. 42 കുട്ടികളുടെ ബോഡി അന്വേഷിച്ച് ആരെങ്കിലും ഇവിടെ വന്നാൽ അവരെ ഇല്ലാതാക്കാനാണ് ബ്ലാക്ക് മാജിക് ചെയ്ത ഈ കുപ്പി മാത്രം അതിനുള്ളിൽ വെച്ചിരുന്നതെന്ന് റൂബൻ പറയുന്നു. ഡയാനയ്ക്ക് ആ കുഞ്ഞുങ്ങൾക്കും എതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡാനിയൽ ആകുമെന്നും റൂബൻ സംശയിക്കുന്നു. ഡയാനയ്ക്ക് ജീവനുണ്ടോ എന്നറിയാൻ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ സംഘം പരിശോധനയ്ക്ക് വരുന്നുണ്ട്. നീ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി അവിടുത്തെ അപ്ഡേറ്റ്സ് അറിയിക്കണമെന്ന് റൂബൻ ആരോഗ്യത്തോട് പറയുന്നു. മറുഭാഗത്ത് ഡാനിയൽ ഹോളി ഏഞ്ചൽസ് കോളേജിലേക്ക് വരുന്നതും ഡോക്ടർമാർ ഡയാനയെ പരിശോധിക്കുന്നതും കാണിക്കുന്നു. ഡയാനയ്ക്ക് ജീവനുണ്ടെന്നും പക്ഷെ അവയവങ്ങൾ നശിച്ചു തുടങ്ങിയതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് കുറവാണെന്നും ഡോക്ടർമാർ പറയുന്നു. അതുകൊണ്ട് വെന്റിലേറ്റർ റിമൂവ് ചെയ്യാനുള്ള ഡാനിയലിന്റെ കൺസെന്റിന് വേണ്ടി ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുകയാണെന്നും ആരോഗ്യം റൂബനെ അറിയിക്കുന്നു. ആദ്യമായി തന്റെ കണ്ടെത്തലുകൾ പിഴച്ചുപോയതിൽ റൂബന് നിരാശ തോന്നുന്നു. ഡയാനെ റൂബനെ ഏൽപ്പിച്ച ശേഷം അവന്തിയ ലൈബ്രറിയുടെ മുകളിലെ നിലയിലേക്ക് പോകുന്നു. ഈ സമയം റൂബൻ ഡയാനയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ജീവനോട് തിരിച്ചു വന്ന് സംഭവിച്ച കാര്യങ്ങൾ ലോകത്തോട് പറയണമെന്ന് റൂബൻ ഡയാനയോട് പറയുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും പ്രേതകഥകളായും അമാനുഷിക ശക്തിയായിട്ടും മാത്രമായിരിക്കും ആളുകൾ അറിയാൻ പോകുന്നത്. റൂബൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയാനയുടെ ആത്മാവോടേക്ക് വരുന്നു. റൂബൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുന്ന ഡയാന സ്വന്തം ശരീരത്തിലേക്ക് പോകാനൊരുങ്ങുന്നതും കുട്ടികൾ അവളെ തടയുന്നു. അത് കണ്ട് ഡയാനയുടെ ആത്മാവ് സ്വന്തം ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ അവരോടൊപ്പം തന്നെ നിൽക്കുന്നു. മറുഭാഗത്ത് ഡാനിയലിന്റെ അടുത്തേക്ക് നാൻസി വരുന്നത് കാണിക്കുന്നു. ഡയാന കോമയിലായ ശേഷമാണ് ഡാനിയൽ നാൻസിയെ വിവാഹം ചെയ്തത്. ഒരു ഡോക്ടറായിട്ട് കൂടിയും നിന്റെ കള്ളത്തരങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഡാനിയൽ നാൻസിയോട് ചോദിക്കുന്നു. സീനിയർ ഡോക്ടറിനെ വിളിച്ച് ഡയാനയ്ക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറഞ്ഞതും ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സ്ത്രീയോട് സംസാരിച്ചതും എല്ലാം നാൻസി ആയിരുന്നെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഇതേസമയം അവന്തിക ലൈബ്രറിയിൽ നിന്ന് നാൻസി PhD ചെയ്ത് ബുക്ക് കണ്ടെത്തുന്നു. മറുഭാഗത്ത് ഡാനിയൽ ഏറെക്കുറെ സത്യങ്ങൾ മനസ്സിലാക്കിയെന്നറിയുന്ന നാൻസി കയ്യിലിരുന്ന മരുന്ന് ഡാനിയലിന്റെ കയ്യിൽ കുത്തിവെക്കുന്നു. ശേഷം താൻ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങൾ അവൾ ഡാനിയലിനോട് തുറന്നു പറയുന്നു. മറുഭാഗത്ത് റൂബന അവന്തിയും കൂടെ നാൻസിയുടെ ബുക്കിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു. ശേഷം നമ്മളെ ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മ്യൂസിക് തെറാപ്പി എന്ന പേരിൽ ഡയാന സംഗീതം കൊണ്ട് രോഗം ഭേദമാക്കാൻ ശ്രമിക്കുന്നത് അവളുടെ കൂട്ടുകാരി സഹപ്രവർത്തകയുമായ നാൻസിയെ ചൂടിപ്പിക്കുന്നു. കാരണം വവ്വാലുകളുടെ അൾട്രാസോണിക് സൗണ്ട് വെച്ച് ബ്രെയിൻ തെറാപ്പി ചെയ്യുന്നതിനെ കുറിച്ചാണ് നാൻസി റിസർച്ച് ചെയ്തിരുന്നത്. സാധാരണ ഇത്തരം പരീക്ഷണങ്ങൾ മൃഗങ്ങളിലാണ് ചെയ്യുന്നത്. പക്ഷെ നാൻസി അതിന് ഡയാനയുടെ കുഞ്ഞുങ്ങളെ യൂസ് ചെയ്യുന്നു. അവരെ ഓരോരുത്തരെയായി വവ്വാലുകളുടെ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുകയും ആ ശബ്ദത്തോട് അവരുടെ തലച്ചോർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നെന്ന് നോട്ട് ചെയ്യുകയും ചെയ്യുന്നു. വവ്വാലിന്റെ ശബ്ദം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ സുഖപ്പെടുത്തുന്നതിന് പകരം ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ശബ്ദം താങ്ങാൻ കഴിവില്ലാതെ നാൻസി ചെയ്ത എക്സ്പെരിമെന്റ് കാരണമാണ് ഡയാനയുടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത്. എക്സ്പെരിമെന്റിന് ശേഷം ആരും സത്യം അറിയാതിരിക്കാൻ വേണ്ടി അവർക്ക് നാൻസി ഒരു മരുന്ന് കുത്തിവെക്കുന്നതും കാണിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാണാതായി കുഞ്ഞിനെ അന്വേഷിച്ചെത്തിയ ഡയാന ആ കുഞ്ഞ് നാൻസിയുടെ ലാബിലുള്ളത് കാണുന്നു. നാൻസിക്കെതിരായ തെളിവുകളും ആ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഡയാനയെ നാൻസി തലക്കടിച്ച് വീഴ്ത്തുന്നു. ഡയാന മരിച്ചാലും അവൾ ജീവനോടെ ഇരുന്നാലും നിനക്ക് ആപത്താണെന്ന് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന സ്ത്രീ പറഞ്ഞ അനുസരിച്ചാണ് ഡയാനയെ കോമ സ്റ്റേജിലാക്കുന്നത്. ഒപ്പം ആ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വരുന്നവരാരും നാൻസിയിലേക്ക് വരാതിരിക്കാനാണ് അവരുടെ ബോഡിക്ക് പകരം ബ്ലാക്ക് മാജിക് ചെയ്ത് കുപ്പി വയ്ക്കുന്നത്. നാൻസി പറയുന്നത് കേട്ട ശേഷം നീ എന്തൊക്കെ ചെയ്താലും ഡയാനെ ആ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബോണ്ടിങ് നിന്റെ ബ്ലാക്ക് സയൻസിനേക്കാൾ മുകളിലാണെന്ന് ഡാനിയൽ നാൻസിയോട് പറയുന്നു. പക്ഷെ ഇത് കേട്ട് നാൻസി ഒന്ന് ചിരിക്കുമ്പോൾ ഡാനിയലിന്റെ ചെവിയിൽ നിന്നും ബ്ലഡ് വരുന്നതായി കാണിക്കുന്നു. ഇപ്പൊ നിനക്ക് വവ്വാലിന്റെ ശബ്ദം കേട്ടോ എന്ന് നാൻസി കളിയാക്കി ചോദിക്കുന്നു. ഡാനിയലിന്റെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് നാൻസി പുറത്തേക്ക് പോകുന്നത്. ഈ സമയം വവ്വാൽ ശബ്ദം ഉണ്ടാക്കാനായി നാൻസി ഡാനിയലിന്റെ അടുത്ത് വെച്ചിരുന്ന ഡിവൈസ് നമ്മളെ കാണിച്ചു തരുന്നു. അതിനുശേഷം നാൻസി ഡയാനെ അന്വേഷിച്ച് ലൈബ്രറിയിലേക്ക് പോകുന്നത് കാണിക്കുന്നു. റൂബന് അവധിയെ മുകളിലത്തെ നിലയിലായിരുന്നതുകൊണ്ട് അവൾ അവരെ കാണുന്നില്ല. 34 വർഷം ഒരേ കിടപ്പ് കിടന്ന് മടുത്തതല്ലേ, ഇന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നാൻസി ഡയാനയുടെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം മാറ്റുന്നു. ഇത് കണ്ടുകൊണ്ട് നാൻസിയെ തടയാനായി വരുന്ന അവന്തികയെ റൂബനെയും നാൻസിയുടെ ഗാർഡ്സ് നേരിടുന്നു. പക്ഷെ ഡയാനയുടെ ബോഡിയിൽ നിന്ന് നാൻസി ഓക്സിജൻ മാസ്ക് റിമൂവ് ചെയ്യാൻ വരുമ്പോൾ ആ ബോഡി താനെ ദൂരേക്ക് നീങ്ങി പോകുന്നു. ഒപ്പം കാതടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഇയർബഡ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ ശബ്ദം നാൻസിയെ അഫക്റ്റ് ചെയ്യുന്നില്ല. ശേഷം ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഓരാനായി തന്റെ നേർക്ക് വരുന്നത് കണ്ട് നീ വീണ്ടും വന്നോ എന്ന് നാൻസി ഡയാനയുടെ ആത്മാവിനോട് ചോദിക്കുന്നു. പക്ഷെ നിന്നേക്കാൾ നന്നായി നിന്റെ കുഞ്ഞുങ്ങളെ എനിക്കറിയാമെന്ന് പറഞ്ഞ് നാൻസി ഒരു ഡിവൈസ് ഓൺ ചെയ്യുന്നു. ഈ സമയം പല ഭാഗത്തു നിന്നും ഒരുപാട് വവ്വാലുകൾ ലൈബ്രറിക്കുള്ളിലേക്ക് വരുന്നു.
വവ്വാലിന്റെ ചിറകടി ഒച്ച കേട്ടതും ഡയാനയുടെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഭയപ്പെട്ട് പരസ്പരം കൈകോർത്തു പിടിക്കുന്നു. ഡയാന അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അവൾക്കതിന് കഴിയുന്നില്ല. അപ്പോഴേക്കും നാൻസി ഡയാനയുടെ ബോഡിയിലെ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം പൂർണ്ണമായിട്ട് ഊരി മാറ്റുകയും അവൾക്ക് മരുന്ന് കുത്തിവെക്കാൻ പോവുകയും ചെയ്യുന്നു. ഈ സമയം റൂബൻ അവിടെ ഉണ്ടായിരുന്ന പിയാനോയിൽ ഡയാനയുടെ മ്യൂസിക് നോട്ട് വായിക്കുന്നു. ആ മ്യൂസിക് കേട്ടതും കുട്ടികൾ വീണ്ടും അവരുടെ ഭയം മാറ്റി നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ഒപ്പം വവ്വാലുകൾ അവിടെ നിന്ന് പോകുന്നു. മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ഡയാനയെ അവരുടെ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ അനുവദിക്കുന്നു. അങ്ങനെ ഡയാനയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഈ സമയം കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ നാൻസിയുടെ ഇയർബഡ്സ് തട്ടി മാറ്റുകയും അവളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ദിവസങ്ങൾ കഴിയവേ ഡയാന വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. ശേഷം ഡയാനയെ ആവശ്യമുള്ള സ്പെഷ്യൽ കിഡ്സിന്റെ അടുത്തേക്ക് റൂബൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നെക്സ്റ്റ് സീനിൽ റൂബനും അവന്തികയും തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കുന്നു. ഇതുവരെയുള്ള കേസുകൾ മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ ഇത്തവണ ശാന്തി സംതൃപ്തിയൊക്കെ കിട്ടിയത് തനിക്ക് കൂടിയാണെന്ന് റൂബൻ പറയുന്നു. പക്ഷെ ഇത്രയും വർഷം കോമയിലായിരുന്ന ഡയാന താൻ ട്രീറ്റ്മെന്റ് കൊടുത്തപ്പോൾ മാത്രം ബോധത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് അവന്തിക സംശയം ചോദിക്കുന്നു. ഈ സമയം അവന്തിക ഡയാനെ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. എല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നത് ഓരോ കാരണം കൊണ്ടാണെന്നും ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നും അവന്തിക ഡയാനയോട് പറയുന്നു. ഡയാന പണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ അതേ വാക്കുകൾ അവന്തികയും പറയുന്നത് കൊണ്ടാണ് ഡയാന അവന്തികയുമായി കണക്ട് ആവുന്നത്. ശേഷം ഡയാന ആരോഗ്യം വീണ്ടെടുത്ത് തന്റെ പുതിയ കുഞ്ഞുങ്ങൾക്ക് സേവനം നൽകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.